ഹലോ. അപ്പം നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ ഞാൻ പറയാൻ പോണേ. പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പം മോനുണ്ടായിട്ട് ഇപ്പം അവന് 9 വയസ്സ് കഴിഞ്ഞു. ഈ ഒക്ടോബറിൽ 10 വയസ്സാവാൻ പോകും. അപ്പോൾ 9 കൊല്ലം മുന്നേ ഉള്ള കഥയാണ് കേട്ടോ ഞങ്ങൾ പറയണേ. അപ്പോൾ കുറച്ച് മറന്നൊക്കെ പോയിട്ടുണ്ട്. മറന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഓർത്തെടുത്ത് കുറച്ച് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 10 വർഷമായി. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയത്, ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയത്. അപ്പം ഞങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുമല്ലോ പ്രഗ്നൻ്റ് ആവുന്ന. അതായത് ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മോളാണ്, ചേട്ടായി മൂത്ത മോനാണ്. ചേട്ടാനെ ഞാനിവിടെ ഇരുത്തിയേക്കുന്നത് ഞാൻ മറന്നുപോയാൽ പറഞ്ഞു തരാൻ. പിന്നെ എൻ്റെ മാത്രം കഥയല്ലല്ലോ, ചേട്ടായും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണല്ലോ. അപ്പം ഞാൻ മൂത്ത മോള്, ചേട്ടായി മൂത്ത മോന്. അപ്പം 2 വീട്ടുകാർക്കും ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ഒരു ഇതൊക്കെ പെട്ടെന്നുണ്ടാവണം എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം ഇത് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ചേച്ചി കേട്ടോ. ആവുന്നില്ല എന്നല്ല, ചേട്ടായുടെ അമ്മച്ചി പറഞ്ഞിട്ട് ചോദിച്ചതാണ് കേട്ടോ. അത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവർ എന്താ പറയുക, അവർക്ക് മക്കളെ കാണാനുള്ള ആഗ്രഹത്തിൽ ചോദിച്ചതാണ് കേട്ടോ. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു രീതിയിൽ. അപ്പം ഞങ്ങൾക്കും അങ്ങനെ കുറേ നീട്ടി വെക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരു പ്ലാനും ഇല്ലായിരുന്നു. അന്ന് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പം പിന്നെ മക്കളാവണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേണ്ടാന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. 3 മാസമായുള്ളെങ്കിലും ഞങ്ങൾക്ക് മക്കൾ വേണം എന്നുള്ള രീതിയിൽ അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ആദ്യം അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ, ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ ടൈമിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതിന് മുന്നേ തൊട്ട് തലേ ദിവസം അങ്ങനെ ആയിട്ട് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പം അത് ടൗണിൽ വെച്ചിട്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഫാമിലിയിൽ അമ്മച്ചി എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബീച്ചിൽ പോകണം, ചേട്ടായി കൊണ്ടുപോകില്ല. ചേട്ടായി കൊണ്ടുപോകില്ല. തിരിച്ചെല്ലാവരും ബസ്സിന്, പോയ ബസ്സിന്, ഒരു ബസ്സിനായിരുന്നു പോയത്. ആ ബസ്സിന് തിരിച്ചു പോന്നപ്പം ഞാൻ വഴക്ക് കൂടി അങ്ങനെ നിന്നു. അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോയി. ചേട്ടായിക്ക് ദേഷ്യം പിടിച്ചിട്ട് ചേട്ടായി എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്നെ നടത്തി, ബീച്ച് വരെ നടത്തി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മാസമായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എവിടെയും പോയിട്ടോ കല്യാണം കഴിഞ്ഞതിൻ്റെതായ എവിടെയും പോയിട്ടൊന്നുമില്ല. ടൂറായിട്ടോ ഒന്നും പോയിട്ടൊന്നുമില്ല. ഫാമിലിയുടെ കൂടെ 1-2 കല്യാണത്തിനും പോയി, അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബീച്ചിലേക്ക് പോണെന്ന് തോന്നി. വെയിലാണ്, അപ്പം പോകത്തില്ല. ചേട്ടായിക്ക് ക്ഷീണമുണ്ട്, ചേട്ടായിക്ക് എന്തോ പനി എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം പോകത്തില്ല. എന്നാലും എനിക്ക് പോകണം തോന്നി. നമുക്ക് ഓട്ടോയ്ക്ക് പോയാൽ മതിയല്ല, ബീച്ചിലൊന്ന് പോയി ബീച്ചൊന്ന് കാണുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും അങ്ങനെയൊന്നും കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പൊ എനിക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമായിട്ടൊന്ന് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പം സ്റ്റാൻഡിൽ ചെന്നിട്ട് എന്നെ നടത്തി, ബീച്ചിൽ വരെ നടത്തിയെന്ന് പറഞ്ഞ് എനിക്ക് വയ്യ. ഞാൻ വലിച്ച് നടക്കുക. എനിക്ക് സംഭവം ഇങ്ങനെ, ഞാൻ പ്രഗ്നൻ്റ് ആയ പീരീഡ്സ് തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണെന്നൊന്നും അറിയത്തില്ല. അതെനിക്ക് അങ്ങനെ മാറ്റം ഉണ്ടായിരുന്നു, ദിവസങ്ങളുടെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഷവർമ്മ കഴിക്കണം. ഉച്ചയ്ക്കാണ് കേട്ടോ. അപ്പം വേറെ എവിടുന്ന് വാങ്ങി തന്നില്ല എനിക്ക്. ബീച്ച് അന്നൊക്കെ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ അത്ര ഹൈജീൻ അല്ലാണ്ട് ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം പൊടിയൊക്കെ അവിടെ നിന്ന് എനിക്ക് ഷവർമ്മയും വാങ്ങി തന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വഴക്കൊക്കെ കൂടി ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെയാണ് ഈ പെരുന്നാളിന് പോകുന്നത്. പെരുന്നാളിന് പോകുമ്പം അപ്പം പകല് പ്രദക്ഷിണമുണ്ട്. അപ്പം വെയിലത്ത് പോകണ്ട, ക്ഷീണമായിട്ട് ഞാൻ അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അന്ന് പ്രഗ്നൻസി കാർഡ് യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം
പിന്നെ പെട്ടെന്ന് അറിയണമെങ്കിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു യൂറിൻ ടെസ്റ്റ് ചെയ്തു, ലൈറ്റായിട്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം എന്നാണോ ഡോക്ടറെ കാണിച്ചത്? അപ്പം അത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അല്ല, നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്ന് വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ആദ്യമായിട്ട് ഡോക്ടറെ തന്നെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, ആ ഡോക്ടറെ തന്നെ കാണിച്ചു കേട്ടോ. ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പം സിസ്റ്റർ ചാവറ ഹോസ്പിറ്റലിലെ ടീന സിസ്റ്റർ അങ്ങനെ ടെസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പോസിറ്റീവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലേക്കും ചേട്ടായുടെ വീട്ടിലേക്കും ഞങ്ങൾ ഫോണിൽ കൂടെ തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഛർദി തുടങ്ങി. ഛർദി, ഒരു ഭക്ഷണവും കഴിക്കത്തില്ല. ഛർദി എന്ന് പറഞ്ഞാൽ അങ്ങ് എക്സ്ട്രീം ലെവലിൽ ഛർദിയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഛർദിക്കുന്ന ഒച്ച അങ്ങാടി വരെ കേൾക്കാന്നാ പറയുന്നത്. അത്രയും വലിയ ഛർദിയായിരുന്നല്ലേ. ചേട്ടായി ഓടി വരും എൻ്റെ പുറം തിരുമ്മി തരാൻ, അങ്ങനെയൊക്കെ. അപ്പോൾ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ പോയി നിൽക്കണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് ഇവിടെ നിന്നോട്ട് ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല. രാവിലെ ചേട്ടായുടെ വീട്ടിൽ രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം എല്ലാവരും ചോറാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഛർദിക്കും, എനിക്ക് ഭയങ്കര ഛർദിയായിരിക്കും. അപ്പം ചേട്ടായുടെ അമ്മച്ചി എനിക്ക് മുളക് ചുട്ടിട്ട് മറ്റേ ചെറിയുള്ളി ഉപ്പൊക്കെ വെച്ചിട്ട് അരകളെ വെച്ച് ഇങ്ങനെ ഇടിച്ചിട്ട് എണ്ണയിലൊക്കെ ചാലിച്ചൊക്കെ തരും. ഞാൻ കുറച്ചെങ്കിലും ചോറ് തിന്നെ. പിന്നെ വോമിറ്റ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, എനിക്കിവിടെ അങ്ങ് പൊട്ടിയിട്ട് ചോര വരാൻ തുടങ്ങും, ഛർദിച്ച്. അപ്പം പിന്നെ ഈ എരിവുള്ള സാധനം കഴിക്കുമ്പം ഇറങ്ങുകയില്ല, ഭയങ്കര നീറ്റലായിരിക്കും. അങ്ങനെ കുറേ എന്താ പറയുക, കുറേ ഒന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറി ഉണ്ടായിരുന്നു, മീൻകറി. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മീൻകറി, തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അയലക്കറി. അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുമ്പോൾ അവിടുന്ന് കപ്പയും അതും കഴിക്കും, അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന്. അങ്ങനെ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഹോട്ടലിൽ പോകുന്നുണ്ടായിരുന്നു ജോലിക്ക്. അങ്ങനെ അവിടുന്ന് മീൻകറിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഛർദി തന്നെ. വീട്ടിലേക്ക് പോവില്ല, ഞാൻ ചേട്ടാനെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ലായിരുന്നു ആ ടൈമിൽ. ഇപ്പോഴും പോവില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ. വീട്ടിൽ പോയാൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, നമുക്ക് സ്വന്തം വീട്ടിൽ പോകുമ്പോൾ ഒരു. എന്നാലും ഞാൻ പോയില്ല കേട്ടോ, ഞാൻ പിടിച്ചു നിന്ന്. അങ്ങനെ ഒരു 2-3 മാസമായപ്പോൾ ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിനെ ചേട്ടായുടെ ഫ്രണ്ട് കല്യാണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയോ വട്ടം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കേട്ടോ. ഛർദ്ദിച്ച് ട്രിപ്പൊക്കെ ഇട്ട്, ഫുഡ് കഴിക്കാൻ പറ്റാതെ ട്രിപ്പൊക്കെ ഇട്ട് ഒത്തിരി പ്രാവശ്യം കിടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോയി. 3 മാസം ആവുന്നതിന് മുമ്പ് സ്കാൻ ചെയ്യേണ്ടി വന്നു. ശരി. അപ്പം സ്കാനിങ് സാധാരണ 3-ാം മാസത്തിലല്ലേ ഉണ്ടാവുക? ഫസ്റ്റ് സ്കാനിങ് 3-ാം മാസത്തിൽ. അങ്ങനെ അപ്പോൾ അതിന് മുന്നേ സ്കാൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ക്ഷീണം കൂടുതലായിട്ട് കാണിച്ചപ്പോഴാണ് ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്തു കേട്ടോ. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്രസ് താഴേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റെസ്റ്റ് പറഞ്ഞു, ബെഡ് റെസ്റ്റ് അല്ല, നോർമലായിട്ടുള്ള റെസ്റ്റ് പറഞ്ഞു. വെയിറ്റ് ഒന്നും എടുക്കരുത്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം കുറച്ച് റെസ്റ്റും കൂടിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഛർദിക്ക് യാതൊരു മാറ്റവും എനിക്ക് പ്രസവിക്കാൻ പോയപ്പോഴും ഞാൻ ഛർദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുമ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം അവിടെ തൊട്ടടുത്ത് പള്ളിയിൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ അന്ന് പപ്പയും മമ്മിയൊക്കെ അവിടെ നിന്ന്, മമ്മി വന്നായിരുന്നോ? പപ്പ വന്നു അല്ലേ? പപ്പ അവിടെ നിന്ന് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് കണ്ടൊക്കെ പോയി. അങ്ങനെ
അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പയും മമ്മിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഇവർ ഈ പേരയ്ക്ക പറിച്ചുകൊണ്ട് തരും. എനിക്ക് പേരയ്ക്കയും മാങ്ങയും മാത്രമേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കഴിക്കലില്ലായിരുന്നു. കുറച്ച് എന്തെങ്കിലും കഴിച്ചാലായി. അല്ലാതെ ഈ സമയത്ത് പേരയ്ക്ക അപ്പോൾ എവിടെ നിന്നാണെങ്കിലും അനിയന്മാരും ചേട്ടായും കൊണ്ടു തരുമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് മാങ്ങാപ്പഴം കൊണ്ടുവരുമായിരുന്നു. അന്നൊക്കെ അവിടെ നല്ലോണം മാങ്ങ കിട്ടുമായിരുന്നു. പിന്നെ പപ്പ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും, പറിക്കുന്നിടത്തുനിന്നും വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ മാങ്ങാപ്പഴവും പേരയ്ക്കയും ഞാൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം എനിക്കൊരു കുഴപ്പമില്ല, എന്താണെന്നറിയത്തില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ എത്ര മാസത്തിലാണ് സ്കാൻ ചെയ്തത്? 3 വീണ്ടും സ്കാൻ ചെയ്തു. പക്ഷെ അന്നേരം പിന്നെ റെസ്റ്റ് തന്നെയല്ലേ പറഞ്ഞേ? റെസ്റ്റ് തന്നെ പറഞ്ഞു. പിന്നെ എത്രയാണ്? 5 മാസത്തിലാണോ? പിന്നെ 5 മാസത്തിൽ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോഴാണ് ചേട്ടായിനോട് ഡോക്ടർ പറഞ്ഞു, എന്നോട് ചേട്ടായി പറഞ്ഞിട്ടില്ല കേട്ടോ. ചേട്ടായി ഞാൻ ടെൻഷൻ ആവുമെന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെ മിക്കവാറും ഇത് C-സെക്ഷനിലേക്ക് പോകേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഇരിക്കുമായിരുന്നു, നിൽക്കുമല്ല ഇരിക്കുമായിരുന്നു. ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അത് 90%, 90% അങ്ങനെ 90% പറഞ്ഞു. ഇല്ലേ പറഞ്ഞോ അങ്ങനെ പറഞ്ഞു. എന്താ ആദ്യം കണ്ട അതേ പൊസിഷനിൽ തന്നെയാണ് കുട്ടി ഇരിക്കുന്നത്. ബ്രീച്ച് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കറങ്ങി അല്ല, നിങ്ങളൊരു പെർസെന്റേജ് പറഞ്ഞു. എത്ര ശതമാനം? 50% സോറി കേട്ടോ, 90% ഇല്ല, 50% ഉള്ളൂ. 50% പിന്നെ C-സെക്ഷൻ ആയിരിക്കും. അത് മാറാൻ സാധ്യത കുറവാ. ചിലപ്പം കറങ്ങി വരും, തിരിഞ്ഞു വരും എന്ന്. അത് ഇരിക്കുമായിരുന്നു കേട്ടോ, ഇരിക്കുന്ന പൊസിഷനായിരുന്നു. അങ്ങനെ നമ്മൾ 7-ാം മാസമായപ്പം എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മാസത്തെ ചെക്കപ്പും കൂടെ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ കാണിച്ചത് ഞങ്ങൾ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിത് അറിയില്ല, ഞാനിതിനെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയായിരുന്നു. ഒരു ട്രിപ്പ് ഇടാൻ പോലും ഞാൻ സമ്മതിക്കുകയില്ലായിരുന്നു. ഞാൻ കരച്ചിലും ബഹളമായിരുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാട്ടോ. ഇത് സിറിഞ്ച് പേടിയാണ്, കുത്തുന്നത് പേടിയാണ്. അപ്പം സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ചേട്ടായി അടുത്ത് വന്ന് നിൽക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ ടൈമിലുള്ളതല്ല, എനിക്ക് പണ്ടേ ഉള്ള പേടിയാണ് കേട്ടോ. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ ഭയങ്കര കഥയാണ്. 5-ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് 10 വയസ്സിലുള്ള ആ കുത്തിവെപ്പില്ലേ, ആ കുത്തിവെപ്പിനൊക്കെ എന്നെ സ്കൂളിൽ കൂടെ ഓടിച്ചിട്ട് പിടിക്കുക ചെയ്തത്. കറക്റ്റാണ്. എനിക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ണടയൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. അപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് കുറ്റിയാടിയിലാണ്, എൻ്റെ വീട്ടിലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിച്ചത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മമ്മിയുടെ ആങ്ങളയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡോക്ടർ, നല്ല ഡോക്ടറായിരുന്നു. ഇപ്പം ജെറി തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് കേട്ടോ. കേട്ടാൽ എല്ലാവർക്കും അറിയാം, അവിടെ എല്ലാവരും തന്നെ കാണിക്കുന്ന അത്രയും നല്ല ഡോക്ടറാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലല്ല, വീട്ടിലാണ്, വേറെ പുറമെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാണിച്ചു. അങ്ങനെ ഈ 7-ാം മാസം കഴിഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ചേട്ടായുടെ വീട്ടിലേക്ക് പോയപ്പം ഒരു ദിവസം അനിയൻ ഓട്ടം പോയി, വണ്ടിയല്ലായിരുന്നു. അപ്പോൾ ഓട്ടം പോയി തിരിച്ചു വരുമ്പം അവന് ഫുഡ് ആരെ വാങ്ങിക്കൊടുത്തതോ, അവൻ വാങ്ങിയതെന്തോ ആയിരുന്നു. അപ്പോൾ അവൻ അത് കഴിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പൊതിച്ചോറായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സത്യമായിട്ട് ഞാനത് മറന്നുപോയി കേട്ടോ, ചേട്ടായി ഓർമ്മിപ്പിച്ചാണേ. കൊണ്ടുവന്നു. അത് ഞാൻ കഴിച്ചു. അതെനിക്ക് കഴിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് മുഴുവനായിട്ടിരുന്ന് കഴിച്ചു. അപ്പം പിന്നെ ഇത് തന്നെയായിരുന്നു പണി. ചേട്ടായി വാങ്ങിക്കൊണ്ട് തരും, മസാല ദോശയും അങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ട് തരും, ഞാൻ കഴിക്കും. അപ്പം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിക്കാൻ വീട്ടിൽ പോയി വന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കഴിക്കാൻ തുടങ്ങി അല്ലേ. വീട്ടിൽ പോയി വന്നപ്പോൾ ഒരു മാറ്റമുണ്ട്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. നല്ല ഛർദിയുണ്ട് അല്ലേ? ഛർദിക്കൂലേ? ഛർദിയുണ്ട്, ഛർദി അങ്ങ് വരെ ഉണ്ട്. ചെറുതായിട്ടൊരു കുറവുണ്ട്. പക്ഷെ ഞാൻ പ്രസവിക്കാൻ പോയപ്പോഴും ഛർദിച്ചായിരുന്നു കേട്ടോ.
അങ്ങനെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തൊട്ടേ അങ്ങനെയായിരുന്നു. ആദ്യം തൊട്ടേ അങ്ങനെയായിരുന്നു. കുപ്പിവെള്ളമായിരുന്നു കുടിക്കുക. കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോൾ മിനറൽ വാട്ടർ വാങ്ങി അങ്ങനെ കുപ്പിവെള്ളം വാങ്ങി അതാ കുടിക്കുക. അവിടെ കോരി വെച്ച വെള്ളം ഞാൻ കുടിക്കില്ല. ഒന്നും കുടിക്കില്ലല്ലോ, ഗ്ലാസ്സിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കുടിക്കില്ല കേട്ടോ. കിണറ്റിൽ നിന്ന് നേരെ കുപ്പിയിലേക്ക് കോരി ഒഴിക്കും. വെള്ളം കോരി ചേട്ടായി തരും, അത് കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് പ്രാവശ്യം അത് കുടിച്ച് കഴിയുമ്പോൾ ആ കുപ്പി പറ്റില്ല, എനിക്ക് വേറെ കുപ്പി വേണം. അങ്ങനെ വെള്ളം അങ്ങനെ തന്നെ വെള്ളം കുടിക്കുമായിരുന്നു, നല്ലോണം വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ തന്നെ വെള്ളം കുടിക്കുമായിരുന്നു. അതായത് വീട്ടിൽ ഞങ്ങൾ കിണറ്റിൽ നിന്ന് കോരി വെച്ചിട്ട് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം അല്ലാതെ നേരിട്ട് കോരിയിട്ടായിരുന്നു കുടിക്കുന്നത്. അതങ്ങനെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഗ്ലാസ്സിൽ ഞാൻ വെള്ളം കുടിക്കുകയില്ലായിരുന്നു. പിന്നെ ഈ പ്രഗ്നൻസിയിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് വിയർപ്പ്. അന്ന് തുടങ്ങിയതാട്ടോ വിയർപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല അന്ന് നീണ്ട മുടി ഉണ്ടായിരുന്നു. ഒത്തിരി അല്ല, നല്ല നീളമുള്ള മുടിയായിരുന്നു. അത് ഞാൻ പിന്നി ഇടുമായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം. അപ്പം ആ പിന്നിയിട്ട മുടിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് അറ്റത്ത് വരെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർക്കും മനസ്സിലായിട്ടില്ല അതെന്നാന്ന്. ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു. അതിപ്പോഴും ഉണ്ട് കേട്ടോ. തലമുടിയുടെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്, പക്ഷെ അത് പിന്നിടുന്നില്ല. അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് വരുന്നില്ല, പുറത്തേക്ക് വരുന്നില്ലാന്നേ ഉള്ളൂ. അങ്ങനെ വിയർപ്പ് ഇച്ചിരി അധികമായിരുന്നു കേട്ടോ ആ ടൈമിൽ. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ എല്ലായിടത്തും പപ്പയായിരുന്നു, എല്ലായിടത്തും കൊണ്ടൊക്കെ ഇരുന്നത്. മമ്മിയും പപ്പയും എല്ലാവരും കൂടെ. മമ്മി ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊക്കെ അങ്ങനെ എന്താ പറയുക, പിന്നെ മമ്മിയായി കാണിക്കാൻ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ മമ്മിയായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായത്, ഞാനും പപ്പയും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് ഭയങ്കര എന്താ പറയുക, എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ നല്ലൊരു ഇത് തോന്നി കേട്ടോ. അങ്ങനെ പപ്പയും ഞാനും കൂടെ പോയതും ഞാൻ വലിയ വയറൊക്കെ വെച്ച് പപ്പേൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് എന്തോ അറിയത്തില്ല, എനിക്കിപ്പോൾ എന്തോ കരച്ചിലായിരുന്നു. അങ്ങനെ ഞാനും പപ്പയും കൂടെ കാണിച്ചിട്ട് വരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അവളും പ്രഗ്നൻ്റ് ആയിട്ട് വന്നതും ഒക്കെ. അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മന്ത് കാണിച്ചു കേട്ടോ. എനിക്ക് ഒക്ടോബർ 20 ഒക്ടോബർ 20 കേട്ടോ എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നത്. അപ്പം ലാസ്റ്റ് മാസം കാണിച്ചത് ഒക്ടോബർ ആദ്യം ഫസ്റ്റ് വീക്ക് അങ്ങനെ എന്തോ ആയിരുന്നു. അന്നേരം ഇതൊക്കെ കഴിഞ്ഞു അല്ലേ, സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഏകദേശം ഉറപ്പായി. അന്നാണ് ഞാൻ അറിയുന്നത് എനിക്ക് സി സെക്ഷൻ ആണെന്ന്. ഡോക്ടർ പറഞ്ഞു സി സെക്ഷനേ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റ് ടൈമിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞോ. അപ്പോൾ ഈ ലാസ്റ്റ് കാണിച്ചപ്പോഴാണ്, ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോഴാണ് എനിക്ക് സി സെക്ഷൻ ഉറപ്പിച്ചു എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വന്നതും ഞാൻ അറിയുന്നതും. പക്ഷെ ചേട്ടായിക്ക് ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകണോ, ചേട്ടായിക്ക് ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു പിന്നെ സി സെക്ഷൻ ആയിരിക്കും എന്നുള്ളത്. കാരണം അന്ന് സിസ്റ്റർ പറഞ്ഞപ്പോഴേ ചേട്ടായിക്ക് ഏകദേശം മനസ്സിലായി ഇനി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് മാറും, അല്ലാണ്ട് പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ അറിഞ്ഞു, എനിക്ക് ടെൻഷനായില്ലേ ഇല്ലേ. ഞാൻ ചേട്ടായിനെ അപ്പോഴേ വിളിച്ചു പറഞ്ഞു. ചേട്ടായി അത് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ചേട്ടായിക്ക് അത് അറിയായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും കൂടി അന്ന് കാണിക്കാൻ പോയത്. ലാസ്റ്റ് കാണിച്ചത് ഞാനും മമ്മിയും കൂടി ആയിരുന്നു. അന്ന് രാത്രിയായിരുന്നു കാണിച്ച് വരുമ്പം. പുറമേ ആയിരുന്നു ഡോക്ടർ. ഹോസ്പിറ്റലൊക്കെ പോയി പിന്നെ വീട്ടിലാണല്ലോ, പുറത്തുനിന്നാണല്ലോ നോക്കുന്നത്. അങ്ങനെ അത് കാണിച്ചു വന്ന് ഞങ്ങൾ അന്ന് രാത്രി ഇങ്ങ് പോന്നു. അപ്പോൾ 20-ാം തീയതി ആയിരുന്നു ഡേറ്റ്. ഒക്ടോബർ 20-നാണ് ഡേറ്റ്. അപ്പോൾ ഒക്ടോബർ 9 ആയപ്പോൾ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡേറ്റ് ഫിക്സ്ഡ് അല്ലേ. അന്ന് വന്നാൽ മതി, ആ ടൈമിൽ വന്നാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വന്നാൽ മതി എന്നുള്ളതില്ല. അപ്പോൾ ഒരു 9-ാം തീയതി ഒരു രാത്രി ഒരു 8 മണി 9 മണിയൊക്കെ ടൈമായപ്പം അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ വന്നു. എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിയുണ്ട്. അപ്പോൾ ഒരു വേദന ചെറുതായിട്ട് അതേപോലെ എനിക്ക് തോന്നിയേ. അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ ധൈര്യം കൊടുത്തു കേട്ടോ. പപ്പയ്ക്കും മമ്മിക്കും വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ആദ്യത്തെ ആണ് അങ്ങനെ. പിന്നെ അവർക്ക് ആദ്യത്തെ ആണ്, അവർക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കെയർ ചെയ്യല്ലോ, പണ്ടത്തെ മാതിരി അല്ലല്ലോ, ഒത്തിരി വെച്ചോണ്ടിരിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പം എന്താ പറയുക, പെയിൻ വന്നു, ചെറുതായിട്ട് പെയിൻ വന്ന്
പോയി അങ്ങനെ അങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള വേദനയല്ല കേട്ടോ, പ്രസവ വേദനയല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പൊക്കെ ഒരു ഇതൊക്കെ വരുമല്ലോ. പക്ഷെ എനിക്ക് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയൊക്കെ. ഇപ്പം ഗ്യാസ് കുടുങ്ങി പ്രശ്നമാവണ്ട. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വായും ഇങ്ങനെ പ്രോബ്ലം ഒക്കെ ആയി, അനങ്ങാൻ പറ്റാണ്ടായി. ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ വീട്ടിൽ നിന്ന് ചേട്ടായിയുടെ അടുത്തുനിന്ന്. അങ്ങനെ എനിക്ക് അനങ്ങാൻ പറ്റാണ്ടായി, ഞാൻ സ്റ്റക്കായി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ അപ്പോൾ വലിയ പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കസിനുണ്ട്, അവനെ വണ്ടി വിളിച്ചു പപ്പ. അങ്ങനെ വണ്ടിക്ക് പോയി, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറില്ല, കുഴപ്പമില്ല. അവിടെ എന്താ പറയുക, സിസ്റ്റർമാർ അഡ്മിറ്റ് ആക്കി. അപ്പോൾ മമ്മിയുണ്ട് അടുത്ത്. അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്കും പെയിൻ ഇച്ചിരി കുറഞ്ഞു അല്ലേ. അപ്പം ഈ രാത്രി പോയ കാര്യമൊന്നും ചേട്ടാനെ വിളിച്ച് പറയുന്നില്ല കേട്ടോ. ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പപ്പ സമ്മതിച്ചില്ല പറയാൻ. ഞാൻ പറയാതിരിക്കുന്നതല്ല, എനിക്ക് ചേട്ടായി അടുത്ത് വേണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്കിത് ശരിക്കും ആ പ്രസവ വേദന അല്ല എന്നുള്ളൊരു ഇതിൽ തന്നെ ഞാനും പറഞ്ഞില്ല കേട്ടോ. പിന്നെ രാത്രി തന്നെ ടെൻഷനായിട്ട് വരണ്ടെന്നൊക്കെ. അപ്പം പിറ്റേ ദിവസം ഡോക്ടർ വന്നു, 10 മണിക്കായപ്പോൾ ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഏതായാലും C-സെക്ഷൻ ആണ്. പിന്നെ ഒരു ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നോക്കണ്ടല്ലോ, എന്താ പറയുക, പ്രസവത്തിന് എന്താണേലും നോക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്ത്, ഇനി അതിനൊക്കെ ഒരു ചാൻസും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് C-സെക്ഷൻ ചെയ്യാം. ഏകദേശം സമയമൊക്കെ ആയി, വീട്ടിലേക്ക് പോയാൽ വീണ്ടും ഇങ്ങനെ ഇത് വരേണ്ടി വരും. അപ്പം കൊച്ചിന് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്, എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പോയപ്പോഴാണ് ചേട്ടാനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ചേട്ടായി എവിടെയായിരുന്നു ചേട്ടായി പറ? അപ്പോൾ ചേട്ടായിനെ വിളിച്ചു പറഞ്ഞു. ചേട്ടായി അപ്പോൾ എവിടെയായിരുന്നു? ചേട്ടായിക്ക് അന്നേരം ഓട്ടോ ആയിരുന്നു. ചേട്ടായി മെഡിക്കൽ കോളേജിൽ ആരെയോ കാണിച്ചിട്ട് വരുമായിരുന്നു അല്ലേ. ചേട്ടായിനെ വെയിറ്റ് ചെയ്യില്ല കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായി. ഹോസ്പിറ്റലിലെ ബാത്റൂം തീരെ വൃത്തിയില്ലായിരുന്നു. എനിക്ക് ഈ ഫുഡ് ബാത്റൂമിൽ കയറ്റുക, ഈ ഫുഡൊക്കെ ആ ബാത്റൂമിൻ്റെ സൈഡിലല്ലേ വേസ്റ്റൊക്കെ ഇടുക. എനിക്കതൊന്നും അല്ലെങ്കിൽ തന്നെ ഛർദിയാണ്, എനിക്ക് പറ്റില്ല. ഞാൻ ഛർദിച്ചു. എനിക്ക് പറ്റില്ല, എനിക്ക് ഇപ്പോഴും പറ്റില്ല. എനിക്ക് വയ്യാത്തൊരു കാര്യം, അതെനിക്ക് ഓർക്കാൻ വയ്യാത്തൊരു കാര്യം. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയൊരു അത് മാത്രമാണ് കേട്ടോ. വേറെ എല്ലാ കാര്യം കൊണ്ടും അവിടെ വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ഡോക്ടറുമായിരുന്നു കേട്ടോ. അപ്പം പക്ഷേ എനിക്ക് അത് മാത്രം സഹിക്കാൻ പറ്റില്ല. എത്രയോ പേര് ഞാൻ പിന്നെ വാർഡിലൊക്കെ കണ്ടു കേട്ടോ. ഞാനന്ന് അഡ്മിറ്റ് ആയപ്പോൾ നമ്മുടെ അവിടെ ഒരു ചേച്ചി അവിടെ പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം വാർഡിലൊക്കെ നിലത്തൊക്കെ ആട്ടോ കുട്ടികളെ കൊണ്ട് കിടക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. എന്നാലും കുഴപ്പമില്ല, ഞാൻ അന്ന് തീരുമാനിച്ച് ഇനി പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവിക്കില്ല എന്ന് തീരുമാനിച്ചു തന്നെയാട്ടോ. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൈജീൻ പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരും പ്രശ്നമൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അവിടുത്തെ സിസ്റ്റർമാരൊക്കെ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. എന്നെ കിടത്തിയേക്കുന്നത് സിസ്റ്റർമാരുടെ നേഴ്സിംഗ് സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ ടോയ്ലറ്റ് ഉണ്ട്. അതിനേതായാലും അത് പൂട്ടിയൊന്നും ഇടില്ല. അതിൽ ഞാൻ ഇവരില്ലാത്ത സമയം നോക്കി പോയി കയറും. എനിക്ക് എപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരില്ലാത്ത ടൈമിൽ നോക്കി കയറി അങ്ങനെയാണ് ഞാൻ ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ പോയിട്ടേ ഇല്ല. വന്നപ്പം പറഞ്ഞത് നമുക്ക് പിറ്റേ ദിവസം ചെയ്യാം എന്നാട്ടോ. പിറ്റേ ദിവസം 9 മണിക്കേക്ക് എന്താ പറയുക, ഇത് മാറ്റി, C-സെക്ഷൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അങ്ങനെ പിറ്റേ ദിവസം 9 മണിക്കാണ്. അപ്പത്തേക്കും വന്നാൽ മതിയല്ലോ ചേട്ടായി വൈകുന്നേരം എത്തിയേ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 10-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടായി എത്തി കേട്ടോ. 11-ാം തീയതിയാണ് മോനുണ്ടാകുന്നത്. അപ്പം 10-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടായി എത്തി. അങ്ങനെ അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. ചേട്ടായി വന്നപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാന്നാണ് പറഞ്ഞത്. എനിക്ക് പേടിയും ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ആണ് ചേട്ടായി? എന്താ അങ്ങനെ അന്ന് രാത്രിയും കടന്നു പോയിട്ടോ. വേദനയൊന്നും ഉണ്ടായില്ല. പിന്നെ വേദനയൊന്നും ഇല്ലായിരുന്നു അല്ലേ. വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാലും ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. എങ്കിലും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ചു. ആദ്യത്തെ കൊച്ചല്ലേ,
ആദ്യത്തെ അല്ല രണ്ടാമത്തെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കേട്ടോ. അപ്പം ധൈര്യമൊക്കെ സംഭരിച്ച് പ്രാർത്ഥിച്ച്, മമ്മിയൊക്കെ പ്രാർത്ഥനയായിരുന്നു. എല്ലാവർക്കും സങ്കടവും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പപ്പയ്ക്കൊക്കെ പേടിയുണ്ട് അല്ലേ ചേട്ടായി പറ, പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസ് പറ. അങ്ങനെ പിന്നെ എന്നെ ലൈറ്റ് പോയി. അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. എന്താ തലേ ദിവസം തന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. സിസേറിയൻ്റെ ഇതൊക്കെ അനസ്തേഷ്യയുടെയൊക്കെ അല്ലേ, അനസ്തേഷ്യ കൊടുക്കുന്നതിൻ്റെയൊക്കെ. അങ്ങനെ 9 മണിയായി കയറ്റി. 9 മണിയല്ല, 8 മണിക്കോ അല്ല, എന്നെ കയറ്റി കഴിഞ്ഞല്ലോ എല്ലാവരും വന്നേ. ഞാൻ കണ്ടു. ഇവിടുന്ന് എല്ലാവരും വന്നു കേട്ടോ, ചേട്ടായുടെ വീട്ടിൽ നിന്ന്. അങ്ങനെയൊക്കെ എല്ലാവരും ഇപ്പൊ വരുമായിരിക്കും. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ എല്ലാ എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും വന്നു. എൻ്റെ പേര് വന്നില്ല, ഞൂഞ്ഞും വന്നില്ല. 2 അനിയന്മാരും അമ്മച്ചിയും അപ്പച്ചനും വന്നു, അപ്പച്ചനും വന്നു. പിന്നെ എൻ്റെ ഒരു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും ചിക്കു വന്നോ, അനിയത്തിയും കൂടെ. പപ്പയും മമ്മിയും പിന്നെ അവിടെ ഉണ്ടല്ലോ, ചേട്ടായി അവിടെ ഉണ്ട്. ആരാ ഏതാണ്ടി? മെർലി ആൻറ്റി എന്നെ നോക്കിയതാട്ടോ പറയാം. 8 മണി 8:30യോ 8 മണി 8:30 ആയപ്പോഴത്തേക്കും കയറ്റിട്ടോ, ടൈം ഓർമ്മയില്ല. അങ്ങനെ എനിമയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസവും പിറ്റേ ദിവസം ഒന്നും കഴിച്ചില്ല. പിറ്റേ ദിവസവും വയറ് കഴുകിയത് എപ്പോഴാ? തലേ ദിവസം വെളുപ്പിന്, തലേ ദിവസമല്ല, ഇതിന്റെ ടൈമിലാണല്ലോ. അപ്പം വയറൊക്കെ കഴുകി ഒന്നുമില്ല കേട്ടോ, ഞാനൊന്നും കഴിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞ് ടെൻഷനായി കഴിഞ്ഞപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. സാധാരണ അങ്ങനെയൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല, അങ്ങനെയൊന്നും പോകാനും പറ്റില്ല. അങ്ങനെ തിയേറ്റർ മുകളിൽ ഒരു നിലയിലായിരുന്നു. അപ്പം അവിടെ വേറെ അങ്ങോട്ടും ഇറങ്ങി പോകാൻ പറ്റില്ല. ട്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ മമ്മീനെ വിളിച്ച് അവിടെ തന്നെ ആ ട്യൂബും വെച്ചുകൊണ്ട് ഞാൻ ടോയ്ലറ്റിലൊക്കെ പോയി. പിന്നെ ഇല്ല, എനിക്ക് തോന്നലാണ് അങ്ങനെ ഒക്കെ. അങ്ങനെ സി സെക്ഷൻ അപ്പം 2 പേരായിരുന്നു അവിടെ അന്നേ ദിവസം സി സെക്ഷൻ ഉണ്ടായിരുന്നത്. ആദ്യം ആളുടെ ആട്ടോ സി സെക്ഷൻ ചെയ്തത്. അത് പക്ഷെ ഞാൻ കണ്ടു കേട്ടോ, ഒരു ഇതൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ അത് കണ്ടു കേട്ടോ, സി സെക്ഷൻ ചെയ്യുന്നത്. പിന്നെ അപ്പം എനിക്ക് അനസ്തേഷ്യ തന്ന് കിടത്തിയേക്കുമെന്ന് തോന്നുന്നു. ചെറിയൊരു മറവിയുണ്ട് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ കൂടെ എത്തി കേട്ടോ, അത് കണ്ടപ്പോൾ തന്നെ ടെൻഷനായി. പിന്നെ എൻ്റെ അടുത്ത് എത്തി കേട്ടോ. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് ഡോക്ടർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഡോക്ടർ ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന, എനിക്ക് ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നീട് കൊച്ചുണ്ടായി കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞല്ലേ, ഇങ്ങോട്ടിരി, നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞല്ലേ ഡോക്ടർ ഇവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കേട്ടോ. അവള് അറിയുന്ന ഡോക്ടറും കൂടി ആയിരുന്നു. അല്ല, അങ്കിളിനോട് പറഞ്ഞു. അങ്കിളിനോട് പിന്നെ പറയുക ചെയ്തത്, അവൾ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിനെ ഇത് ചെയ്തിട്ട് പുറത്തെടുത്തു കേട്ടോ. അപ്പം നമുക്ക് ബോധമില്ലെങ്കിലും നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. കാണിച്ചു തന്നു, കൊച്ചിനെ തുടച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടാട്ടോ കാണിച്ചത്. അവനെ അങ്ങനെയാണ് കാണിച്ചത്. ഇവരെ കാണിച്ചിട്ടായിരുന്നോ കാണിച്ചത്? എന്നെ കാണിച്ചിട്ടല്ലേ നിങ്ങളെ കാണിച്ചേ? അപ്പം എൻ്റെ അടുത്ത് വന്ന് ആദ്യം എന്നോട് പറഞ്ഞു പെൺകുട്ടിയാട്ടോ എന്ന് പറഞ്ഞേ. കൊച്ചിനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഡോക്ടർ എന്നെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ എന്ന്. അപ്പം ഞാൻ അല്ല, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ആൺകുട്ടി, സത്യം പറഞ്ഞ ഒരു ആൺകൊച്ചിനെയായിട്ട് എക്സ്പെക്റ്റ് ചെയ്തത്. ചേട്ടായിക്ക് അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ അന്ന് ആദ്യത്തെ പ്രസവത്തിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം പപ്പ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മമ്മിക്ക് ഒരു ആൺകൊച്ചുണ്ടാവണമെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ എല്ലാവരും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ പുറത്തെന്തൊക്കെയാ നടന്നതെന്ന് ചേട്ടായി പറയൂ കേട്ടോ. ഞങ്ങളോട് പറഞ്ഞു ഡോക്ടർ ചെറുക്കൻ കൊച്ചാണ് എന്നൊക്കെ പറഞ്ഞു. 2 പേരും സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിനെ ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അപ്പം
കൊച്ചിനെ കിട്ടിയ പാടെ ചേട്ടായി ആദ്യം തുണി പൊക്കി നോക്കിട്ടോ, കൺഫേം ചെയ്യാൻ ചെറുക്കനാണ് നോക്കിട്ടോ, അതൊക്കെ പറഞ്ഞു. ഇതിനെ ലഡുക്കെ വാങ്ങി. പിന്നെ ഇവര് പോയി ബിരിയാണി കഴിക്കുന്നു, അത് കഴിക്കുന്നു, ഇത് കഴിക്കുന്നു. ഞാൻ 4 ദിവസത്തേക്ക് ബന്നും കഴിച്ചാട്ടോ കഴിഞ്ഞത്. അങ്ങനെ എന്നെ അപ്പം മാറ്റിയില്ല. കൊച്ചിനെ ഇവരുടെ കൈ കൊടുത്തു അല്ലേ? കൊച്ചിനെ എൻ്റെ അടുത്ത് കിടത്തി. റൂമല്ല, വാർഡാണ്. ഏറ്റവും മുകളിൽ പിന്നെ സി സെക്ഷൻ ചെയ്തവർക്ക് മാത്രമായിട്ടുള്ള വാർഡാണ് കേട്ടോ. അപ്പം അതിലേക്കാണ് മാറ്റേണ്ടത്. പക്ഷെ എന്നെ ഒബ്സർവേഷനിൽ എന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്തിട്ടേ മാറ്റുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് നമുക്കൊന്നും ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അനസ്തേഷ്യയുടെ അത് പിന്നെയാണ് അതിൻ്റെ മയക്കം വരുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ എനിക്ക് ചേട്ടാനെ കാണണം എന്നൊക്കെ തോന്നി കേട്ടോ. ചേട്ടാനെ കാണണം എന്നൊക്കെ തോന്നി. കൊച്ചിനെ കണ്ടപ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് കേട്ടോ പറയാത്തത്. ഞങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ 5-ാം മാസം ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കൊച്ചിനെ വാങ്ങാനുള്ള ടവല്, കൊച്ചിന് വേണ്ട ഉടുപ്പ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കളിപ്പാട്ടം വരെ വാങ്ങി. അങ്ങനെ വാങ്ങാൻ പാടില്ല എന്നൊക്കെ ഓരോരുത്തർ പറയും ഞങ്ങൾ, പക്ഷെ ഞങ്ങൾ വാങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ കളറുകളൊന്നും പ്രത്യേകമായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ഉള്ള ഇതൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇവർ കൊടുത്ത് കൊച്ചിനെ വാങ്ങിയത് എൻ്റെ മമ്മിയാണ്. അപ്പോൾ ചേട്ടായുടെ അമ്മേൻ്റെ കൈ കൊടുത്തപ്പം അമ്മച്ചി പറഞ്ഞു മമ്മീൻ്റെ കൈ കൊടുക്കാം അല്ലേ? അങ്ങനെ വാർഡിലേക്ക് ആക്കിയതിന് ശേഷമാണ്. അതിനുശേഷം എനിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 പ്രസവവും ഒന്ന് സി സെക്ഷനും ഒന്ന് നോർമൽ ഡെലിവറി ആയിരുന്നു. 2ലും കോംപ്ലിക്കേഷൻ ആയിരുന്നു കേട്ടോ ഫുള്ള്. അങ്ങനെ എനിക്ക് തോന്നുന്നത് സി സെക്ഷനായിരുന്നു ഇത്തിരി കോംപ്ലിക്കേഷൻ കുറവ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ മുകളിൽ വാർഡിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ 2 പേർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, 2 പെണ്ണുങ്ങൾക്ക് മാത്രം. അതും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. അപ്പം എൻ്റെ മമ്മിയുടെ മൂത്ത ആങ്ങളയുടെ വൈഫുമാണ് കേട്ടോ അവിടെ നിന്നത്. ചേട്ടായിക്കൊക്കെ കൊച്ചിനെ ഇങ്ങനെ ഗ്രില്ലിൻ്റെ അടുത്ത് വന്ന് സാധനമൊക്കെ കൊണ്ടുതരുമ്പം വന്ന് കൊച്ചിനെ കാണിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്ന് ചേട്ടാനെ നോക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് അവിടുന്ന് അവർ കയറ്റി കിടത്തി കൊണ്ടുവരും. എന്നിട്ട് മുകളിലെത്തി കഴിയുമ്പം എൻ്റെ നടുക്കത്തെ അനിയൻ ചേട്ടായി പപ്പയില്ലേ, അവൻ പിടിച്ചില്ലല്ലോ, പിടിച്ചോ? എനിക്ക് നല്ല ഓർമ്മ വരുന്നത് ഈ നടുക്കത്തെ അനിയൻ എന്നെ പിടിക്കുന്ന കേട്ടോ. എനിക്ക് ആങ്ങളമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ എന്നെ കെയർ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ഇതിൽ നമ്മളിപ്പോൾ ചേട്ടായി കെയർ ചെയ്താലും അത് കിട്ടില്ലല്ലോ. ആങ്ങളമാരുടെ കാര്യം പറയുമ്പോൾ ഒക്കെ ഞാൻ ഇമോഷണൽ ആവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ കണ്ണിക്കൂടെ ഒക്കെ വെള്ളം വന്ന കേട്ടോ. സോറി, എന്തായിരുന്നു? അങ്ങനെ അവരെല്ലാവരും കൂടി എന്നെ പിടിച്ച് കിടത്തി. അതെനിക്ക് അവൻ എന്നെ പിടിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കൊച്ച്, 2ാമത്തെ കൊച്ചിന് ഈ പാല് കൊടുക്കുന്നതൊക്കെ വരുമ്പോൾ ആദ്യത്തെ കൊച്ചിൻ്റെയാണ്. എന്തോ 2ാമത്തെ ടോട്ടി ടോട്ടി അപ്പൊ എന്താടി ഇത്? അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. നിബിളില്ല. അതിന് എന്തൊക്കെയോ സിസ്റ്റേഴ്സ് എന്തൊക്കെയോ കാണിച്ചു തന്നു. പിന്നെ ഈ സിറിഞ്ച് വെച്ചിട്ട് വലിക്കുക, അങ്ങനെയൊക്കെ. നിപ്പിളില്ലായിരുന്നു. അങ്ങനെ കൊച്ചിനത് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അത് ശീലമായതാണ് കേട്ടോ. അത് കുറച്ച് വന്ന് അങ്ങനെ ഇതായതാട്ടോ. അങ്ങനെ പാലൊക്കെ കൊടുത്തു. ഭയങ്കര വേദനയായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സി സെക്ഷൻ കഴിഞ്ഞവർക്കൊക്കെ അറിയാം, എല്ലാവരും എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും. അപ്പം എണീക്കാനോ നിൽക്കാനോ ഇരിക്കാനൊന്നും പറ്റില്ല. വയറൊക്കെ ചാടിക്കിടന്ന് വേദനയാവും. ടോയ്ലറ്റിൽ പോകണം, ഇരിക്കണം. സാധാരണ ഇതാണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നുമല്ല, സാധാ ഇന്ത്യൻ ക്ലോസറ്റാണ്. അതിൽ പോയി ഇരിക്കണം, അത് നിർബന്ധമാണല്ലോ. പോയി തന്നെ നടന്ന് പോകണം, പിടിക്കാതെ നടന്ന് പോകണം. പിടിക്കും, മമ്മിയൊക്കെ വരും. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വയറിന് വേദന എടുക്കാൻ തുടങ്ങി. വയറ് വീർത്ത് വരുവാണ്.
എൻ്റെ വയറ് വീർത്ത് വരുന്നുണ്ടായിരുന്നു. അത് വേദനയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലാസൻ്റ മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോളെ എൻ്റെ പ്ലാസൻ്റ മുഴുവനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സിസ്റ്റേഴ്സ് ഗ്ലൗസൊക്കെ ഇട്ട് എനിക്ക് എന്താ പറയുക, ഒരു പ്രസവത്തിന് എങ്ങനെയാണോ കുഞ്ഞിനെ വലിച്ചെടുക്കുന്നത് അതുപോലെ അവർ വലിച്ചെടുക്കുക ചെയ്തത്. വലിച്ച് പറിച്ചെടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമേ അത് വന്നുള്ളൂ. അത് ഒരു വലിയൊരു മുണ്ട് നിറയെ ബ്ലഡായിട്ട് അങ്ങനെ ആയിട്ടോ. എന്താ പറയുക, അത്രയും ഉണ്ടായിരുന്നു സംഭവം. അങ്ങനെ പിന്നെ എനിക്ക് വയറുവേദന കുറഞ്ഞത്, എനിക്ക് വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു ഈ പിന്നെ അങ്ങനെ. പിന്നെ പിറ്റേ ദിവസം കുറച്ച് ഓക്കെ ആയി. പക്ഷെ ഞാൻ ഈ കഴിക്കുന്നത് മുഴുവൻ ഈ ബന്നാണല്ലോ, ബന്നും ചായയും. പിന്നെ എന്താട്ടായി, കഞ്ഞി എനിക്കിഷ്ടമല്ലല്ലോ. അങ്ങനെ കഞ്ഞി, കൊച്ചിന് പാല് കൊടുക്കുന്നുണ്ട്, ആൻറ്റി നിൽക്കുന്നുണ്ട്, ആൻറ്റി നോക്കുന്നുണ്ട്, മമ്മി നോക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു പ്രഗ്നൻസിയിൽ കിട്ടിയ കെയറിനേക്കാളും ഒരു കുറച്ചും കൂടി ഒരു കെയർ. പിന്നെ കിട്ടിട്ടോ. ഞാൻ ഈ ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴും പോസ്റ്റ് പാർട്ടം പ്രീപാർട്ടം പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കീറി മുറിച്ചതിൻ്റെ ഒരു വേദനയല്ലാതെ. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ ദിവസം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ മമ്മിയുടെ അമ്മ ഉണ്ടായിരുന്നു നോക്കാൻ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് വീട്ടിലെത്തിയിട്ട് കഴിച്ച ഫുഡിനെ പറ്റിയാണ് കേട്ടോ. എന്താ പറയുക, ആൻറ്റി ആദ്യം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക, ചോറും മുളക് പൊടിയൊന്നും ഇടാതെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ച് എന്താ ആനച്ചവിട്ടി മീനില്ലേ, ആനച്ചവിട്ടിയല്ലേ എന്താ വാങ്ങി, ആനച്ചവിട്ടി മീൻ ഒക്കെ കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആ ടേസ്റ്റിൽ ഞാൻ ഇന്നുവരെ പിന്നെ കഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ 4 ദിവസം ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന് കഴിച്ചതിൻ്റെ ഒക്കെ ഒരു ഇതാട്ടോ. അത് ഞാൻ ഈ കൂടുതൽ പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി. പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മോന് വെയിറ്റ് 3100 വെയിറ്റ് ഉണ്ടായിരുന്നു. മോന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും പിന്നീട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവനിപ്പോൾ 10 വയസ്സാവാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.